ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഇവിടുത്തെ, അതായത് ബഹ്റിനിലുള്ള വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ. ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ. പിന്നെ എനിക്ക് മടിയുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മടിയും പിന്നെ സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ടാണ് ലോങ് വീഡിയോ അധികം എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ഇപ്പം എന്തായാലും നമ്മളെ ഇവിടുത്തെ 2 കുട്ടികളില്ലേ, വേറെ ആരുമല്ല, ഒന്ന് കൃഷും പിന്നെ നിവ്യേട്ടനും, രണ്ടാളും ഇവിടെ ഇല്ല. പാർക്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നിവ്യേട്ടൻ ഇന്ന് ലീവാണ്, അതുകൊണ്ട് എണീക്കാൻ നന്നായിട്ട് ലേറ്റായി. ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞു. എനിക്ക് ഉച്ചക്കത്തെ പരിപാടിയൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലേറ്റ് ആക്കണ്ട. അധികം ഒന്നും കാണാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ വീടൊക്കെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമേ പറയാണ്, ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളൊരു വീടൊന്നല്ല, ഒരു കുഞ്ഞു വീടാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തുടങ്ങാമല്ലേ. ഞങ്ങളെ വീട് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു സെൻറ്ററിലായിട്ടുള്ളതാണ് നമ്മളെ വീട് വരുന്നത്. എല്ലാ ഫ്ലോറിലും ഇങ്ങനെ 3 വീടായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ സെൻറ്ററിലുള്ളതാണ് നമ്മളെ വീട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത്. ഇതിങ്ങനെ വേറെ ഓരോരോ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇടാനുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ് തുറന്ന് വരുമ്പം തന്നെ ഇങ്ങനെ ഒരു ഹോളാണ് ഉള്ളത്. ഇത് 2 BHK ആണ് കേട്ടോ. 2 BHK ഫ്ലാറ്റാണിത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡോറ് അപ്പോൾ ഇതേപോലൊരു ഹോളാണുള്ളത്. പിന്നെ ഇവിടെ ഞങ്ങളെ 3 ആളെയും കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കൃഷിയുണ്ട്, ക്ലിയർ വെളിച്ചമുള്ളതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല. ഇത് ഞങ്ങൾ ദുബായിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ, ദുബായിലുള്ളത്. ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ കയറിയപാട് ഇതുപോലൊരു ചെറിയ ഹോളാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഇത് കൃഷുവിന് 5-6 മാസം ആ ഒരു ടൈമിൽ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 4-5 മാസത്തിൽ എടുത്തതാണ്. അടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഞങ്ങളെ കുറച്ച് 2 മീനുണ്ട്, ഫിഷ് ടാങ്ക്. ഇതൊക്കെ കൃഷിയുടെ സാധനങ്ങളാണ് കളിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഹോള്. ഇവിടെ ഞങ്ങൾ സെറ്റിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇത് പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഇല്ലേ, ഇത് നിവ്യേട്ടൻ ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോൻ്റെ ഇങ്ങനെ താഴെയായിട്ട് അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര വലിയ ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ വെക്കണ്ട, നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പ്ലാന്റ്സ് പോലെ എന്തെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു വെച്ചത്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. നമ്മളിപ്പം പിന്നെ അത്രയായിട്ടല്ലേ ഉള്ളൂ, ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഇനിയിപ്പം നമുക്ക് പതിയെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം, സമയമുണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതൊക്കെ കാണിച്ചിട്ട്
ഇപ്പം തൽക്കാലം ഇങ്ങനെ ഈ ഒരു ഇത് കാണിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചായിട്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഹോള്. ഇനി കിച്ചൺ കാണിച്ചു. അപ്പോൾ നമ്മൾ ഹോളിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത് തന്നെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നുള്ളത്. ഒരു കുഞ്ഞി കിച്ചണാണ്, ഭയങ്കര എന്താ വലിയ കിച്ചണൊന്നല്ല, ചെറിയൊരു സ്പേസുള്ള ചെറിയൊരു കിച്ചണാണ്. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഒരു കുഞ്ഞി കിച്ചൺ ഹോൾ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെയാണ് വെച്ചത്. ഇതാണ് ബാത്റൂം വെക്കാൻ വേണ്ടിയിട്ട്. കിച്ചൻ്റെ ഉള്ളിലാണെങ്കിലും ഇല്ല, പിന്നെ വേറെ എവിടെയാണെങ്കിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ചു എന്നാണല്ലോ കേട്ടോ. പിന്നെ നമുക്കറിയാലോ, ഇങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്ന സമയത്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എന്തായാലും കിട്ടണമെന്നില്ല. എവിടെയാ പോയേ? ആർക്കിലാ പോയെ? നേരെ ഹോളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കോറിഡോർ ഉണ്ട്. ഇത് 2 BHK ആണ് കേട്ടോ. 2 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ കാണിക്കും, ഇവിടെ ഞങ്ങൾ ചെറിയൊരു ദൈവത്തിൻ്റെ ഇങ്ങനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറുതായിട്ട് കേട്ടോ സെറ്റാക്കി. നമ്മുടെ ഫസ്റ്റ് റൂം വരുന്നത് ഇതാണ്. ഇതങ്ങനെ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു റൂമൊന്നല്ല കേട്ടോ, കാരണം ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം സെറ്റപ്പാക്കി വെച്ചിട്ടുള്ള റൂമാണ്. പിന്നെ ഇങ്ങനെ ഒരു അയലൊക്കെ കെട്ടിയിട്ട് ഇവിടെ ആളുണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാറ് റൂമാണ്. കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ചിങ്ങനെ അലങ്കോല ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, ഇവിടെയാണ് വെച്ചത്. കാരണം അപ്പുറത്ത് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ രാവിലെ ന്യൂഇയറിന് പോകുമ്പോൾ റെഡിയാവാനൊക്കെ കൃഷി ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ അവൻ എണീക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചത്. പിന്നെ ഇത് അധികം നീറ്റല്ല, ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഞങ്ങൾ അങ്ങനെ എന്താ തുണികളൊക്കെ മാത്രം ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ റൂം യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഞങ്ങൾ കിടക്കുന്ന റൂം ഏതാ? വിഷുവിൻ്റെ ബാബ ഉറങ്ങുന്ന റൂം കണ്ടോ? എങ്ങോട്ട് നോക്കി പറ, കണ്ടോ? മോന്റെ റൂമാ പറ. അപ്പൊ ഇതാണ് ഞങ്ങളെ ബെഡ്റൂം. അങ്ങനെ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല. കിടക്കുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ഞങ്ങളെ റൂം. ഞങ്ങളിവിടെയാണ് കിടക്കാറ്. പിന്നെ ഇവിടെയുള്ള 2 റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും നല്ല ഒരു ഇതാണ്. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്, നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലോ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം. അതൊക്കെ നമുക്ക് വഴിയെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ബഹ്റൈനിലുള്ള ഞങ്ങളെ വീട് ഇതാണ്, ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേഗം പോയിട്ട് ഉച്ചക്കത്തെ പരിപാടി നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങളൊന്നും കഴിക്കാറുണ്ടാവില്ല. അപ്പോൾ നമുക്കിന്ന് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. സാറ്റർഡേ ആയാൽ പിന്നെ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സാറ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് ഞാൻ.
ആയിക്കോട്ടെ. ഇതെല്ലാം സ്വാഭാവികം. ഭാര്യ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭർത്താവ് അതിനനുസരിച്ച് പാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴുകി ഹെൽപ്പ് ചെയ്യാം. എന്താ വേറെ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇശു എന്താ പരിപാടി? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 3:30-4 മണിയെങ്ങാണ്ടായി കേട്ടോ. ഇന്ന് കുറേ ലേറ്റായിപ്പോയി. എല്ലാം കൂടെ എണീക്കാനും നല്ലോണം ലേറ്റായി, പിന്നെ ഉണ്ടാക്കാനും ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുത്തു. അങ്ങനെ ഇപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി നീയേട്ടനും കിഷു ഒക്കെ പോയി കിടന്നുറങ്ങി കേട്ടോ. ഞാൻ കുറച്ചും കൂടി എനിക്ക് കിച്ചണിൻ്റെ ക്ലീനിങ് പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇവിടെ വന്നിരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാറ്റർഡേ ആണ് വീഡിയോ എടുക്കുന്നത്. ഇതിനി എപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇടാൻ പറ്റുക നമുക്ക് അതൊക്കെ എൻ്റെ ഓരോരോ മൂഡ് പോലെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതാ പിന്നെയും രണ്ടാമത്തെ അല്ല എൻ്റെ 3rd മൊഡ്യൂളാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ 3rd മൊഡ്യൂളിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഓരോന്ന് പഠിക്കണം. അങ്ങനെ ഓരോരോ തിരക്കായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും. 5-നും 6-നാണ് എക്സാം. അപ്പോൾ അപ്പോഴത്തേക്ക് ആ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് കവർ ചെയ്യണം. ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ വട്ടപ്പൂജയായിരിക്കും. കാരണം എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ പിന്നെ എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ട് പഠിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നാലും ഒന്ന് വായിച്ച് നോക്കണം എന്തൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് ഓർമ്മ വരണമെങ്കിൽ നമ്മൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടിടാം കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇതേപോലെ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഈ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞി വീടാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലത്തെ വീട് ഇവിടെ കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലല്ലോ. പിന്നെ നമ്മളെ ബഡ്ജറ്റിലൊരുങ്ങിയ ഒരു കുഞ്ഞു വീടാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.